അപ്പോൾ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അത് മൂപ്പര് പറഞ്ഞു, എൻ്റെ പുരീതാരും നരകത്തില്ല, നരകത്തെ കാക്കും മലക്ക് ചൊന്നോവർ. അത് നരകത്തിൻ്റെ ലിസ്റ്റോ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്, അറിയോ? ആ ലിസ്റ്റ് നോക്കി മനസ്സിലാക്കാൻ മഹാന്മാർക്ക് കഴിയും. അതിൻ്റെതായ പ്രത്യേകമാവുന്ന ഒരു മാധ്യമം അവരെ കൈവശമുണ്ട്. ജിഫ്രിക്കോയ തങ്ങൾ നേരത്തെ എന്താ പറഞ്ഞ, ലിസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റൊക്കെ അവരുടെ കയ്യിലുണ്ട്. ആ ലിസ്റ്റിൽ വലിയൊരു രസമുണ്ട് ഇനി കേട്ടോ. ഈ ലിസ്റ്റിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ ലിസ്റ്റ് നോക്കുമ്പോൾ AP ഗ്രൂപ്പ് നോക്കുമ്പോൾ EK ഗ്രൂപ്പ് നരകത്തിലാണ് കാണാം. EK ഗ്രൂപ്പ് നോക്കുമ്പോൾ AP ഗ്രൂപ്പ്, ഇങ്ങനെ പരസ്പരം ഗ്രൂപ്പ് നോക്കിയിട്ടാ ലിസ്റ്റ്. അപ്പോൾ ഒറ്റ ലിസ്റ്റ് അല്ലേ അള്ള പുറത്തിറക്കുന്നത്? നമുക്കൊരു ഡൗട്ടാണ്. അതൊക്കെ മറുപടിയിൽ വരണേ. മറുപടിയിലേക്ക് വരുന്ന അഹ്സനിയും അതുപോലെ തന്നെ സഖാഫികളൊക്കെ മറുപടി പറയണം. അള്ള പുറത്തിറക്കണ ലിസ്റ്റ് ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലാ. അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വലിയുല്ലാഹി മമ്മദാജി തങ്ങളുണ്ട്. വലിയാണ്, വലിയ വലിയുല്ലാഹി മമ്മദാജി തങ്ങള് മൂപ്പര് SSFകാരെ കണ്ടപ്പോൾ, ഉള്ളാളത്തങ്ങളെ കണ്ടപ്പോഴും കൂടെയുള്ള കുട്ടികളൊക്കെ കണ്ടപ്പോൾ വലിയുല്ലാഹി മമ്മദാജിയുടെ പുസ്തകത്തിൽ എഴുതിയത്, ഉള്ളാളത്തങ്ങൾ സ്വർഗത്തിലാണ്, കൂടെയുള്ളവരും സ്വർഗത്തിലാണ്. ആരൊക്കെ സ്വർഗത്തില്? ഉള്ളാളത്തങ്ങൾ സ്വർഗത്തിലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സ്ക്രീനിലുണ്ട്. ഉള്ളാളത്തങ്ങൾ സ്വർഗത്തിലാണ്. അതുപോലെ തന്നെ ഉള്ളാളത്തങ്ങളുടെ കൂടെയുള്ളവർ SSFകാരൊക്കെ അർശിന്റെ തണലിലാണ്. മൂപ്പര് ലിസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ അങ്ങനെ കണ്ടത്. എന്നാൽ EK ഗ്രൂപ്പിന്റെ വലിയുല്ലാഹി അരിമ്പ്ര മുഹമ്മദ് മുസ്ലിയാർ, വലിയുല്ലാഹി അരിമ്പ്ര മുഹമ്മദ് മുസ്ലിയാർ, അബൂബക്കർ മുസ്ലിയാർ വായിച്ചപ്പോൾ കാണുന്ന എന്താ? ഉള്ളാളും കൂട്ടരും പിഴച്ചവരാണ്. മൂപ്പര് ലിസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ ഉള്ളാളും കൂട്ടരൊക്കെ നരകത്തിലാണ്. അവരെ പിന്തുടരരുത്. ടിയാൻ മുബ്തദിആണ്, പുത്തൻ പ്രസ്ഥാനക്കാരനാണ്. നരകത്തിലേക്കാണ് അയാൾ ജനങ്ങളെ ക്ഷണിക്കുന്നത്. ഇതേത് വലിയ നോക്കിയപ്പോഴാ? അരിമ്പ്ര അബൂബക്കർ മുസ്ലിയാർ ലിസ്റ്റ് നോക്കുമ്പോൾ ഉള്ളാളത്തങ്ങളും ടീമൊക്കെ നരകത്തിൽ. വടകര മുഹമ്മദാജി ലിസ്റ്റ് നോക്കിയപ്പോൾ ഉള്ളാളും കുട്ടികളൊക്കെ സ്വർഗത്തിലും അർശിൻ്റെ നേരെ താഴെ തണലിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടുന്നാടോ അത് കിട്ടിയത്? ഏത് ലിസ്റ്റാടോ ശരി? ആരുടെ ലിസ്റ്റാ ഇവിടെ ശരിയായത്? ആരുടെ ലിസ്റ്റാണ് ഇവിടെ തെറ്റായത്? മറുപടി പറയുമ്പോൾ നോട്ട് ചെയ്ത് നിങ്ങൾ പറയണം. തീർന്നില്ല, അതുകൊണ്ടും തീർന്നില്ല. ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ ആരെ നോക്കിയപ്പോ മൂപ്പരുടെ കയ്യിലുള്ള ലിസ്റ്റ് നോക്കുമ്പോ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് തനിച്ച കാഫിറും മുർത്തദ്ദുമാണ്. ഭഗ്ന നരകത്തിൽ തന്നെയല്ലേ? കാഫിറും മുർത്തദ്ദും ആവാൻ എന്താ കാരണം? KV കൂറ്റനാട് ഖുർആനിന് പരിഭാഷ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ പരിഭാഷ നിഷിദ്ധമാണ്. അതുകൊണ്ട് ഖുർആനിൻ്റെ പരിഭാഷ എഴുതിയ വകയിൽ KV കൂറ്റനാട് കാഫിറും മുർത്തദ്ദുമാണെന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ആരായി സമസ്ത സെക്രട്ടറി? ശംസുൽ ഉലമായി എന്ന് നിങ്ങൾ വളരെ ബഹുമാനത്തോടെ പറയുന്ന വലിയുല്ലാഹി EK അബൂബക്കർ മുസ്ലിയാരെ ഇപ്പോഴും സമസ്തന്റെ മുഷാവറിയിലൊക്കെ കയറി കൺട്രോൾ നടത്തുന്ന ആളാണ്. ഞാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ കൺട്രോൾ നടത്താൻ വരുന്ന വലിയാണ് ആര്? ശംസുൽ ഉലമ. മൂപ്പര് നോക്കുമ്പോ ഇതില് ആരാണ്? KVയെ കണ്ടപ്പോ അത് നരകത്തിലാണ് എന്നുള്ളതാണ്. അതേ അവസരത്തിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ സ്വർഗത്തിലാണെന്നാണ് വേറൊരു ടീം കാണുന്നത്. KV മുഹമ്മദ് മുസ്ലിയാർ സ്വർഗത്തിലാണ്. അദ്ദേഹത്തെ ഞാൻ സ്വർഗത്തിൻ്റെ നടുക്ക് കണ്ടു എന്നാണ് മറ്റേ ഔലിയ ലിസ്റ്റ് നോക്കിയിട്ട് വായിച്ചത്. അതേത് ഔലിയ? നമ്മളെ തൃപ്പനച്ചി മാമോലിയരില്ലേ? മൂപ്പരാകുന്ന വലിയുല്ലാഹി ലിസ്റ്റ് നോക്കുമ്പോൾ KV കൂറ്റനാടിനെ ഞാൻ സ്വർഗത്തിൻ്റെ നടുക്ക കണ്ടത് എന്നാണ് പറയുന്നത്. അതേ അവസരത്തിൽ ശംസുൽ ഉലമ നോക്കുമ്പോഴോ മൂപ്പര് കാഫിറും മുർത്തദ്ദൊക്കെയാണ്. തീർന്നില്ല. കാസർഗോഡ് കോട്ടിക്കുളം കാതിരി എന്ന് പറഞ്ഞിട്ടൊരു ഔലിയപ്പാപ്പുണ്ട്. അത് APക്കാരുടെ ഔലിയപ്പാപ്പയാണ്. അയാള് AP കാന്തപുരം ഗ്രൂപ്പൊക്കെ നോക്കുമ്പോൾ കോട്ടിക്കുളം കാതിരി സ്വർഗത്തിലാണ്. അതേ അവസരത്തിൽ നമ്മുടെ EK അബൂബക്കർ മുസ്ലിയാരുടെ അടുത്തുള്ള ലിസ്റ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ കോട്ടിക്കുളം കാതിരി ആരാന്നറിയോ? ഖദ് ജാഅ ഫീനാ ഖാദിരി മിസ്ലൽ ഹിമാരിൽ ഹാദിരി ഔ കമുളില്ലി പാദിരി. ഓഹോ ഇതെന്തൊരു മാതിരി. ഇത് EKന്റെ പാട്ടാ. ശംസുൽ ഉലമ എന്ന് പറയുന്ന EK കോട്ടിക്കുളം കാതിരിനെ കുറിച്ച് വർണ്ണിച്ചത് എന്താ? ഖദ് ജാഅ ഫീനാ ഖാദിരി. നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഒരു കാതിരി വന്നിട്ടുണ്ടല്ലോ. മിസിലൽ ഹിമാരിൽ ഹാദിരി. താനിച്ച ഗദ്ദേണേന്ന്, കഴുതേണ് മൂപ്പരേന്ന്. താനിച്ച കഴുതയെ പോലെയാണ് മൂപ്പരേന്ന്. ഔക്കാ മുളില്ലി പാതിരി. വഴിപഴിപ്പിക്കാൻ വന്നൊരു പാതിരി അച്ഛനാണ് മൂപ്പരേന്ന്.
ഓഹോ ഇതെന്തൊരു മാതിരി, എന്താ ഇയാളൊരു കോലം, എന്താ ഇയാളൊരു ചേല് എന്നാണ് ശംസുൽ ഉലമ പറയുന്നത്. അപ്പോൾ മൂപ്പരുടെ ലിസ്റ്റിൽ ഇയാൾ നരകത്തിൽ, മറ്റേ ആൾ നോക്കുമ്പോൾ സ്വർഗത്തിൽ. ഇങ്ങനെ ഓരോരുത്തരെ അവസാനം ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് നമ്മളെ മടവൂര് ശൈഖ് ലിസ്റ്റ് നോക്കുമ്പോഴോ മൂപ്പര അള്ളയാണല്ലോ, അതിൽ ഏതായാലും തർക്കം ഉണ്ടാവില്ല. മൂപ്പര അള്ളയാണ്, എല്ലാ കഴിവുണ്ട്, ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള വെള്ളം പടച്ചവൻ ഇന്നൊക്കെ പറയുന്ന ആ വ്യക്തിയാണല്ലോ. അപ്പം മൂപ്പര് ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് പറയുന്നത് എന്താ? കഫറാ. എന്ത് കഫറ? എന്താ കഫറ എന്ന് പറഞ്ഞാൽ കാഫറായിന്ന്. ആര്? ഇ.കെ. കാഫറാണ്. അതാരാ പറയുന്നത്? പ്രഖ്യാപിച്ചതാരാ? ഉള്ളാൾ തങ്ങൾ കേട്ടോളി. അവര് പറഞ്ഞതാ. ഞാന് അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയാൽ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടായ ചിലപ്പോ അങ്ങനെ ആളുണ്ടെന്ന് കേട്ടാൽ ഞാനൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മൂപ്പരോട് എന്നെ പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് വാൽ തുറന്നെത്തിയെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാ വരാൻ വേണ്ടി സ്ഥലം വിളിക്കും. സ്ഥലം വിളിക്കേണ്ട ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കായും ഒക്കെ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ എന്ത് നിങ്ങൾ ഹക്കന്റെ മേൽ അടി ഉറച്ചു പോകണം. അപ്പാണ് നമ്മൾ ഉസ്താദല്ലേ, ഇജെ ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കന്റെ മേൽ അടി ഉറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞ വാചകാണ്. മടവൂര് പറഞ്ഞ വാചകാണ്. അതപ്പോ നമ്മളെ പോയിന്റ്. അത് ക്ലിപ്പൊക്കെ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട്. മടവൂര് പറഞ്ഞ വാചകാണെന്ത്? ഇ.കെ. കുറിച്ച് കാഫിറായി. അപ്പം മടവൂരാകുന്ന അള്ളാഹ് മൂപ്പര് ലിസ്റ്റ് നോക്കുമ്പോ ശംസുൽ ഉലമായി ഇ.കെ. കാഫിറാണ്. പിന്നെ നരകത്തിലല്ലേ? അപ്പൊ ലിസ്റ്റിന്റെ ഒരു കോലേ. ഓരോരുത്തർ നോക്കുമ്പോ ഓരോ ലിസ്റ്റാ. ഇ.കെക്കാര് എ.പിക്കാരെ കുറിച്ചുള്ള ഔലിയാക്കന്മാരെ നോക്കുമ്പോ അതൊക്കെ നരകത്തില്, ഇവരിങ്ങോട്ട് നോക്കുമ്പോൾ സ്വർഗത്തിൽ. അപ്പൊ ഗ്രൂപ്പ് അനുസരിച്ച് അള്ളാഹു താല 2 ഐറ്റം ലൗഹുൽ മഹ്ഫൂദും ലിസ്റ്റും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഇറക്കുന്നുണ്ടല്ലേ? നിങ്ങളെ ഓഫീസിൽ എ.പി. ഓഫീസിൽ ഒരു ലിസ്റ്റ്, ഇ.കെ. ഓഫീസിൽ ഒരു ലിസ്റ്റ്, ഇങ്ങനെ വ്യത്യസ്ത ലിസ്റ്റുകൾ ഇറക്കുന്നവനാ അള്ളാഹ്. എന്താടോ നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ചീത്ത പറയുന്നത്? സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ കുറിച്ച് ഇപ്രകാരം അന്തക്കേടുകൾ പറയുന്ന വിഭാഗത്തിൽ നിന്ന് അള്ളാഹു എത്ര പരിശുദ്ധൻ. സുബ്ഹാനല്ലാഹുടെ മഅന ഓരോ സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോഴും വെറുതെ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലരുത്. സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ ഈ നാട്ടിലെ ആരൊക്കെ എന്തൊക്കെ അള്ളാഹിനെ കുറിച്ച് അരുതാത്തർ പറയുന്നുണ്ടോ അതിൽ നിന്നൊക്കെ അള്ളാഹ് പരിശുദ്ധനാണ് എന്നാണ് നമ്മളെ പ്രഖ്യാപിക്കുന്നത്.